വെരി ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. മീ മൈസെൽഫ് സഫത്ത്. നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നോക്കുന്നത് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രത്തിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ വി ഹാവ് സീൻ സംതിങ് ഓൺ ഇൻറ്ററാക്ഷൻ ഡയഗ്രംസ്, അതുപോലെ തന്നെ സീക്വൻസ് ഡയഗ്രം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ യു എം എല്ലിനകത്ത് വരുന്ന ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ കൊലാബറേഷൻ ഡയഗ്രം, ഈ രീതിയിലുള്ള കുറച്ച് ഡയഗ്രംസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പോൾ ടോട്ടൽ നമ്മുടെ യു എം എല്ലിനകത്ത് വരുന്നത് 9 ഡയഗ്രംസ് ആണ്. 9 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയഗ്രംസ് ആണ് വരുന്നത്. പിന്നെ ഇപ്പം നമുക്ക് റിമൈനിങ് ആയിട്ടുള്ളത് നമ്മുടെ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രമാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കുന്നത്. എന്താണ് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം, എങ്ങനെ നമുക്കൊരു സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം വരയ്ക്കാം, അതുപോലെ തന്നെ വാട്ട് ആർ ദ സ്റ്റെപ്സ്, ടെർമിനോളജീസ് ഓഫ് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം. ഈ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രത്തിന് നമുക്ക് സ്റ്റേറ്റ് ഡയഗ്രംസ് എന്ന് വിളിക്കാം. രണ്ടും സെയിം തന്നെയാണ്. ഈവൻ ഇറ്റ് ഈസ് ടേംഡ് ആസ് സ്റ്റേറ്റ് ചാർട്ട് ഓർ സ്റ്റേറ്റ് ഡയഗ്രം. അതിനകത്ത് ഡിഫറെൻറ്റ് ടെർമിനോളജീസ്, അതുപോലെ തന്നെ നമുക്ക് ഒരു എക്സാമ്പിളോട് നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് എന്താണ് ഒരു സ്റ്റേറ്റ് ഡയഗ്രം അല്ലെങ്കിൽ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. വാട്ട് ഈസ് യു എം എൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ്, പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സിസ്റ്റം. അതാണ് നമ്മുടെ യു എം എല്ലിനകത്ത് മെയിനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം എന്ന് നമുക്ക് നോക്കാം. ഈ സ്റ്റേറ്റ് ഡയഗ്രം അല്ലെങ്കിൽ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് ദ കണ്ടീഷൻ ഓഫ് എ സിസ്റ്റം. ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിന് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് ദ സിസ്റ്റം, വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം, അതിൻ്റെ ആണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടേക്കിംഗ് ദ ടൈം റേഞ്ച് ബിറ്റ്വീൻ 10 AM to 10:30. ഇപ്പോൾ 10 AM ഉം 10:30ക്കും ഇടയിൽ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിന് എന്തൊക്കെ ചേഞ്ചസ് വരാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യണം, എന്തെങ്കിലും ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് ഈ ഒരു ടൈമിൽ, ഈ ഒരു 30 മിനിറ്റ്സിനുള്ളിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് തിങ്സ് ദാറ്റ് ഈസ് ഹാപ്പനിങ്. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം നമ്മൾ എടുക്കുകയാണ്. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ് വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം അറ്റ് 10:10, അതിനുശേഷം 10:15, അതിനുശേഷം നമ്മളൊരു 10:20. അപ്പം ഓരോ പർട്ടിക്കുലർ ടൈമിലും വാട്ട് ഈസ് ദ ചേഞ്ചസ് ദാറ്റ് ഈസ് ബീങ് ടേക്കിംഗ് പ്ലേസ് വിത്തിൻ ദ ആപ്ലിക്കേഷൻ, വിത്തിൻ ദ സിസ്റ്റം, അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് നമ്മുടെ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ യു എം എല്ലിനകത്ത് നമുക്ക് 2 രീതിയിലുള്ള ഡയഗ്രംസ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ബിഹേവിയറൽ ഡയഗ്രംസും ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രക്ചർ ഡയഗ്രംസും ഉണ്ട്. അപ്പം നമുക്ക് ബിഹേവിയറൽ സ്ട്രക്ചർ ഡയഗ്രംസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതായത് ഡൈനാമിക് നേച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്കൊരു ബിഹേവിയർ ഡയഗ്രം എന്ന് പറയാം. നേരെ മറിച്ച് അതൊരു സ്റ്റാറ്റിക് ആയിട്ട് ചേഞ്ചസ് ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു സ്ട്രക്ചർ മാത്രം റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിനായിരിക്കും നമ്മളൊരു സ്ട്രക്ചർ ഡയഗ്രം എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം എന്ന് പറയുന്നത് അത് ഡൈനാമിക് റെപ്രസെൻറ്റേഷൻ ആണ്. അതായത് ചേഞ്ചസ് ഓഫ് എ സിസ്റ്റം, ഡൈനാമിക് ആയിട്ട് വരുന്ന ചേഞ്ചസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രം ആയതുകൊണ്ട് തന്നെ അതൊരു ബിഹേവിയർ ഡയഗ്രമാണ് നമ്മുടെ യു എം എല്ലിൻ്റെ കേസിൽ. പിന്നെ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഉള്ള ഒരു കാര്യം വാട്ട് ആർ ദ യൂസസ് ഓഫ് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്തിനാണ് ഈ ഒരു സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം നമ്മൾ യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഈവൻറ്റ് കാരണമാണ്, വാട്ട് ആർ ദി ഈവൻറ്റ്സ് ദാറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ എ ചേഞ്ച് ഇൻ സിസ്റ്റം. നമ്മളിപ്പം തന്നെ കണ്ടിരുന്നു, ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എടുത്തു, ഒരു ടൈം റേഞ്ച് നമ്മൾ സ്പെസിഫൈ ചെയ്തു ബിറ്റ്വീൻ 10 AM to 10:30 AM. ആ ഒരു 30 മിനിറ്റ്സ് ടൈം ഗ്യാപ്പിൽ എന്തൊക്കെ ഈവൻറ്റ് കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ്, സിസ്റ്റത്തിന് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുള്ളത്, ആ ഒരു ഈവൻറ്റിൻ്റെ വാട്ട് ആർ ദി ഈവൻറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ചേഞ്ചസ് ഓഫ് ദ സിസ്റ്റം, അതെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ നമ്മുടെ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രത്തിൻ്റെ അകത്ത്. അതുപോലെ തന്നെ ഇത് ഡൈനാമിക് ബിഹേവിയർ ഓഫ് ദ സിസ്റ്റത്തിനാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 രീതിയിലുള്ള ഡയഗ്രംസ് ഉണ്ടെന്ന് പറഞ്ഞു, സ്ട്രക്ചറും ഉണ്ട്, ബിഹേവിയറും ഉണ്ട്. ഇത് ഡൈനാമിക് നേച്ചറിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം എന്ന് പറയുന്നത് ബിഹേവിയർ ഡയഗ്രമാണ്. അതിനകത്ത് വരുന്നതാണ് നമ്മുടെ ഇൻറ്ററാക്ഷൻ ഡയഗ്രം, അതുപോലെ തന്നെ നേരത്തെ കണ്ടിട്ടുള്ള ആക്ടിവിറ്റി ഡയഗ്രംസ് ഒക്കെ. നേരെ മറിച്ച് ജസ്റ്റ് ഒരു സ്റ്റാറ്റിക് സ്ട്രക്ചർ, അതായത് ഒരു ജസ്റ്റ് ഒരു സ്ട്രക്ചർ ഓഫ് എ സിസ്റ്റം മാത്രമാണെങ്കിൽ നമ്മൾ ക്ലാസ് ഡയഗ്രാംസോ അല്ലെങ്കിൽ നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രം ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കണം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, നമ്മുടെ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം ഫ്ലോ ചാർട്ടും നമ്മൾ സിക്കകത്തൊക്കെ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഫ്ലോ ചാർട്ടിനെ പറ്റി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഇത് നമ്മളോട് ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനകത്ത് മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് അത് ചെയ്യുന്ന എന്താണ്, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം, ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് എന്താണ് അതിൻ്റെ ഒരു ചേഞ്ച് വന്നിട്ടിരിക്കുന്നത്, അതാണ് നമ്മൾ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മുടെ ഫ്ലോ ചാർട്ടിനകത്ത് എന്തായിരുന്നു, എന്ത് ഈവൻറ്റ് മൂലമാണ് കുറച്ച് ചേഞ്ചസ് ഉണ്ടായിട്ടിരിക്കുന്നത്, ആ ഈവൻറ്റിനെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് കമാൻഡ് കൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ എക്സിക്യൂഷൻ്റെ അകത്ത് എന്ത് ചേഞ്ച് വന്നുകൊണ്ടാണ് നമ്മൾ ആ ഒരു സ്റ്റേറ്റ്, ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ആയത്, അതാണ് നമ്മുടെ ഫ്ലോ ചാർട്ടിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വരുന്ന വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ കമ്പോണൻറ്റ്സ് ഓഫ് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം. നമുക്ക് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം വരയ്ക്കണമെങ്കിൽ കുറച്ച് കമ്പോണൻറ്റുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും, അല്ലെ ടെർമിനോളജീസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ യൂസ് കേസ് ഡയഗ്രം നമ്മൾ കണ്ട സമയത്ത് നമ്മൾ കണ്ടിരുന്നു, അവിടെ വരുന്ന 2
രണ്ട് കമ്പോണൻറ്റുകളായിരുന്നു. ഒന്നായിട്ടുള്ളത് യൂസ് കേസും ഉണ്ടായിരുന്നു, അതുപോലെ നമുക്കൊരു ആക്ടർ എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു യൂസ് കേസ് ഡയഗ്രാം വരയ്ക്കാൻ സാധിക്കത്തുള്ളായിരുന്നു. അപ്പം അതുപോലെ തന്നെ സ്റ്റേജ് ചാർട്ട് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കമ്പോണൻറ്റ്സ് ഉണ്ട്. അത് ഫസ്റ്റിൽ നമുക്ക് വരുന്നത് ഇനി നമ്മൾ പറഞ്ഞു പല ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലെ സ്റ്റേറ്റിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് ഇവിടെ കൂടുതലായിട്ടും സ്റ്റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ ഏതൊരു സ്റ്റേജ് ചാർട്ട് ഡയഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫ്ലോ ചാർട്ടിൻ്റെ അത് നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓവൽ ഷേപ്പിൽ എഴുതുന്ന പോലെ തന്നെ നമ്മുടെ സ്റ്റേജ് ചാർട്ട് ഡയഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് ഒരു സർക്കിളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ബ്ലാക്ക് കളർ ഫിൽഡ് ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സർക്കിൾ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ എന്തെങ്കിലും ട്രാൻസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സോളിഡ് ആരോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ കേസിൽ നോക്കിയാൽ നമുക്ക് രണ്ട് സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ S1 എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്, അത് S2 എന്ന് പറയുന്ന വേറൊരു സ്റ്റേറ്റ്. ഇതിൽ നിന്നും S1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും S2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് നമുക്കൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഈവൻറ്റ് കൊണ്ടാണ് ഈ ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഡയറക്റ്റഡ് ആരോ വെച്ചിട്ട് ഈ ഒരു ട്രാൻസിഷൻ ഫ്രം സ്റ്റേറ്റ് S1 to S2 എന്ന് എഴുതിയിട്ട് അതിൻ്റെ മേളിൽ തന്നെയിട്ട് വാട്ട് ഈസ് എ ഈവൻറ്റ്, എന്ത് ഈവൻറ്റ് കൊണ്ടാണ് ഈ ഒരു സിസ്റ്റം ഈ ഒരു സ്റ്റേറ്റ് 1ൽ നിന്നും സ്റ്റേറ്റ് 2ലേക്ക് ചേഞ്ച് ആയത്, അത് നമ്മൾ ഡയറക്റ്റഡ് ആരോ വെച്ച് കാണിക്കും. അതാണ് ട്രാൻസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ഓരോ സ്റ്റേറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു റൗണ്ട് റെക്റ്റാങ്കിൾ വെച്ചിട്ടായിരിക്കും. ഇറ്റ് ഇസ് നോട്ട് എ സ്ക്വയർ, ഒരു റെക്റ്റാങ്കിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ സ്റ്റേറ്റ് ഡയഗ്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ റെക്റ്റാങ്കിൾ വെച്ചിട്ടാണ് റൗണ്ട് ചെയ്തിട്ടുള്ള റെക്റ്റാങ്കിൾ വെച്ചിട്ടായിരിക്കും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സ്റ്റേറ്റ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഒരു രണ്ട് ഓപ്പറേഷൻസ് ഉണ്ട്, ഫോർക്കും ഉണ്ട് ജോയിനും ഉണ്ട്. ഫോർക്ക് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്താണ്, നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അകത്തുള്ള പോലെ തന്നെ അല്ലെ ഡാറ്റാബേസിൻ്റെ അകത്തൊക്കെ ഉള്ള പോലെ തന്നെ ഫോർക്ക് എന്ന് പറയുമ്പം ജസ്റ്റ് ഒരു പേരന്റ് ചൈൽഡ് റിലേഷനാണ്, ഒരു ഇൻഹെറിറ്റൻസ് വേണം നമുക്ക് പറയാം ഫോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് എയിൽ നിന്നും നമുക്ക് ഇതാണ് നമ്മുടെ ഒരു പേരന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ് എ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടായിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്സ് ആണ്. സ്റ്റേറ്റ് ബി ഉണ്ട്, സ്റ്റേറ്റ് സി ഉണ്ട്. ഇതിനെ വേണം നമുക്ക് ചിൽഡ്രൻ അല്ലെ ചൈൽഡ്സ് എന്ന് വേണം നമുക്ക് പറയാം, ചിൽഡ്രൻസ് എന്ന് പറയാം. അത് ഈ ഒരു പർട്ടിക്കുലർ പേരന്റിന്റെ ചൈൽഡ് ആയിട്ടുള്ളതാണ്, ലീഫ് നോഡ് ആയിട്ടുള്ളത് വരുന്നതാണ് ഈ രണ്ട് സ്റ്റേറ്റുകൾ. അപ്പോൾ ഒരു നമ്മൾ ഫോർക്ക് ഓപ്പറേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ പേരന്റിനെ നമ്മൾ റെക്റ്റാങ്കിൾ റെപ്രസെന്റ് ചെയ്തു. അതിനുശേഷം ഒരു ഡാഷ്ഡ് ലൈൻ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ലൈന് നമ്മൾ വരയ്ക്കുകയാണ്. അവിടെ നിന്ന് ഇൻകമിങ് ആരോ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേരന്റിൽ നിന്നും ഒരു ആരോ ഡയറക്റ്റഡ് ആരോ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മുടെ ഫോർക്കിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു സോളിഡ് ലൈൻ വരച്ചിട്ട് അവിടെ നിന്നായിരിക്കും നമ്മൾ എത്ര ചിൽഡ്രൻസ് ഉണ്ടോ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ചിൽഡ്രൻ C1 C2, ഇനി ഇത് വേറെ ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് C3 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇതിന്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ P1 എന്ന് പറയുന്ന പേരന്റിൽ നിന്നാണ് ഈ 3 ചിൽഡ്രനുകളും ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഫോർക്ക് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്, ഒന്നോ അതിൽ കൂടുതലോ കൺകറന്റ് സ്റ്റേറ്റുകളായിട്ട്. അതാണ് ഫോർക്ക് ഓപ്പറേഷൻ വരുന്നത്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് വരുന്ന ഓപ്പറേഷനാണ് ജോയിൻ എന്ന് പറയുന്നത്. ജോയിൻ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചുള്ള ഒരു കാര്യമാണ്. അതായത് ഒന്നോ അതിൽ കൂടുതലുള്ള സ്റ്റേറ്റിൽ നിന്നും കമ്പൈൻ ചെയ്ത് ഒരു പുതിയൊരു സ്റ്റേറ്റ് ഫോം ചെയ്തിരിക്കുകയാണ്, ജോയിൻ നൊട്ടേഷനും. ഇവിടെ നമ്മൾ പേരന്റ് എഴുതുന്ന പോലെ തന്നെ എത്ര സ്റ്റേറ്റുകളാണോ, ഇപ്പോൾ സ്റ്റേറ്റ് ബിയിൽ സിയിൽ നിന്നും ജോയിൻ ആയിട്ട് നമുക്ക് സ്റ്റേറ്റ് ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ സ്റ്റേറ്റ് ഫോം ചെയ്തിരിക്കുകയാണ്, സ്റ്റേറ്റ് എ എന്ന് പറയുന്നത്. അതൊരു കൺവേർജൻസ് ആണ്. ആക്ച്വലി ഈ രണ്ട് സ്റ്റേറ്റിനെ കൺകറന്റ് ആയിട്ട് കൺവേർജ് ചെയ്തിരിക്കുകയാണ് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലേക്ക്, ഈവെന്റിലേക്ക്. അതാണ് സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ജോയിൻ ഓപ്പറേഷൻ വരുന്നത്. രണ്ട് കേസിൽ നമ്മൾ ഡയറക്റ്റഡ് ആരോസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സോളിഡ് ഡൈനും ആയിരിക്കും, ഡാർക്കൻ ചെയ്ത സോളിഡ് ഡൈൻ ആയിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഒരു സെൽഫ് ലൂപ്പ് അല്ലെങ്കിൽ സെൽഫ് ട്രാൻസിഷൻ എന്ന് പറയാം. ഇപ്പം നമ്മുടെ ഇതിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ഓട്ടോമാറ്റഡ് ലാംഗ്വേജ് ALC-ക്കകത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു സെൽഫ് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ഒരു സെൽഫ് ലൂപ്പിനെ ഇങ്ങനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്, സർക്കിൾ ഡയറക്റ്റഡ്. ഇവിടുത്തെ കേസിൽ സ്റ്റേറ്റിനെ നമ്മൾ റെക്ടാംഗിളിൽ തന്നെ നമ്മൾ ഡയറക്റ്റഡ് സെൽഫ് ലൂപ്പ് എന്നുള്ള രീതിയിൽ സെൽഫ് ട്രാൻസിഷൻ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് ആ സ്റ്റേറ്റിലേക്ക് തന്നെയാണ് വരുന്നത്. അത് ജസ്റ്റ് പോയിന്റ് ചെയ്യുന്നു, ആ സ്റ്റേറ്റിനെ തന്നെ റെപ്രസെന്റ് ചെയ്യുകയാണ്. അതാണ് ഒരു സെൽഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു കോമ്പോസിറ്റ് സ്റ്റേറ്റ് ആയിരിക്കും. കോമ്പോസിറ്റ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൻ്റെ അകത്ത് തന്നെ ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് കാണാം. അതാണ് നമ്മൾ റൗണ്ടഡ് റെക്ടാംഗിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോമ്പോസിറ്റ് സ്റ്റേറ്റ്. നമ്മുടെ ക്ലാസ് ഡയഗ്രം പോലെ നമ്മൾ ക്ലാസ് ഡയഗ്രത്തിനകത്ത് ക്ലാസ്സിൻ്റെ പേര് അതിനുശേഷം അതിൻ്റെ ഓരോ ഫംഗ്ഷനാലിറ്റീസ് എഴുതുന്ന പോലെ അല്ലെ പാരാമീറ്റേഴ്സ് എഴുതുന്ന പോലെ തന്നെ നമ്മൾ കോമ്പോസിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പം റെക്ടാംഗിൾ വരയ്ക്കുക, റൗണ്ട് റെക്ടാംഗിൾ. അതിനകത്ത് നമ്മൾ കോമ്പോസിറ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ ഈ ഒരു അണ്ടർലൈൻ ചെയ്തിട്ട് കോമ്പോസിറ്റ് സ്റ്റേറ്റ് മെൻഷൻ ചെയ്യും. അതിനുശേഷം അതിനകത്ത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് അത് നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ്. പിന്നെ വരുന്ന ഫൈനൽ സ്റ്റേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ വിത്തിൻ്റെ സർക്കിൾ, ഒരു സർക്കിളിൻ്റെ അകത്ത് ഡാർക്കൻ ചെയ്ത് വേറെ സർക്കിളോ ഇൻസേർട്ട് ചെയ്യുക. അതാണ് ഫൈനൽ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്പുകളുണ്ടോ എന്ന് നോക്കാം. ഇതാണ് ഡിഫറെൻറ്റ്
കമ്പോണൻസ് ഓഫ് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം 8 കമ്പോണൻറ്റുകളുണ്ട്. ഈ 8 കമ്പോണൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്ന വാട്ട് ആർ ദ ഡിഫറൻറ്റ് സ്റ്റെപ്സ് ടു ഡ്രോ എ ഡയഗ്രാം. ആദ്യമേ തന്നെ നമ്മൾ ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും അതാണ് ഫസ്റ്റിലെ കണ്ടറിയേണ്ടത്. ഏതൊരു ആപ്ലിക്കേഷനകത്താണെങ്കിലും അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റ്, വാട്ട് ഈസ് ഇനിഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ദ ടെർമിനേറ്റിംഗ് സ്റ്റേറ്റ്, അത് നമ്മൾ ആദ്യമേ തന്നെ മെൻഷൻ ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തു അത് എൻഡ് ചെയ്യുന്ന രീതിയിൽ അത് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ പോസിബിൾ ആയിട്ടുള്ള ഈവൻറ്റുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷൻസിനെ, ട്രാൻസിഷൻസ് നമ്മൾ ലേബിൾ ചെയ്യുക. ഇതൊരു യൂസർ വെരിഫിക്കേഷൻ. ഇപ്പോൾ ഒരു ATM വെരിഫിക്കേഷൻ ആണ് തന്നെ നോക്കൂ. നമ്മൾ ATMലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കാർഡ് വെരിഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമ്മൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ കാർഡ് ഇൻസേർട്ട് ചെയ്തു. ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലേക്ക് വന്നു. സിസ്റ്റത്തിൽ ഇപ്പം നിൽക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പിന്നിന് വേണ്ടി, യൂസറിൻ്റെ ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഡയറക്റ്റ് ആരോ നമ്മൾ വരച്ചു. സ്റ്റേറ്റിനെ റൗണ്ട് റെക്ടാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്തു. അതിനുശേഷം അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എൻ്റർ ചെയ്ത, യൂസർ ഇൻപുട്ട് ചെയ്ത പിന്നെ അതിനെ നമുക്ക് വെരിഫൈ ചെയ്യണം. അതിപ്പോൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി അവരുടെ ഡാറ്റാബേസിൽ പോയി ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പിൻ എൻ്റർ ചെയ്യണം. പിൻ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോയി. അവിടുത്തെ കേസിൽ നമുക്ക് 2 കാര്യങ്ങൾ വരാം. പിന്നെ ഒതൻറ്റിക്കേഷൻ, അതായത് നമ്മൾ എൻ്റർ ചെയ്ത പിന്ന് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്തു. അത് നേരെ മറിച്ച് അപ്പോൾ നമുക്കൊരു വെൽക്കം മെസ്സേജും ഒക്കെ നമുക്ക് യൂസറിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് യൂസർ എൻ്റർ ചെയ്ത എറർ ആണെങ്കിൽ എന്തായിരിക്കണം, പിന്നെ റിജക്റ്റ് ചെയ്യും. പിന്നെ അടുത്ത ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇതാണ് 3 ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ നമ്മൾ മെൻഷൻ ചെയ്തു. ഒരു പാർട്ടിക്കുലർ സ്റ്റേറ്റിലേക്ക് വന്നു. അവിടെ നിന്ന് അടുത്ത ഈവൻറ്റ് പിൻ എൻ്റേർഡ് ആണ്. പിൻ വെരിഫൈ ചെയ്തു. അത് കറക്റ്റ് ആണെങ്കിൽ അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്ന യൂസർ ഐഡൻറ്റിഫൈ ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. നമ്മുടെ യൂസർ വെരിഫിക്കേഷൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഇത് കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത്. ഇനിയിപ്പോൾ വേറെ സാമ്പിളോടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഓൺലൈൻ ഓർഡറിൻ്റെ ഒരു എക്സാമ്പിളോടെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു ഓൺലൈൻ ഓർഡർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം. ആദ്യമേ തന്നെ നമ്മൾ ഇവിടുത്തെ ഡയഗ്രത്തിനകത്ത് പറയുന്ന വെച്ചനുസരിച്ച് നമ്മളൊരു ഓർഡർ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സ്റ്റാർട്ട് സ്റ്റേറ്റ് നമ്മളിങ്ങനെ സ്റ്റാർട്ട് എന്ന് മെൻഷൻ ചെയ്യണമെന്നില്ല. ഡാർക്ക് ആൻഡ് സർക്കിൾ മീൻസ് ദാറ്റ് ബൈ ഡിഫോൾട്ട് ആയിട്ട് അത് സ്റ്റാർട്ട് സ്റ്റേറ്റ് ആയിരിക്കും. നമ്മൾ പിന്നെ സ്റ്റാർട്ട് ആയെന്ന് മെൻഷൻ ചെയ്യണമെന്നില്ല. അവിടെ നമ്മുടെ ഓർഡർ റിസീവ് ചെയ്തു. ആ ഓർഡർ റിസീവ് ചെയ്യുമ്പോൾ ആ ഓർഡർ അൺപ്രോസസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്തു. പ്രോസസ്സിംഗ് ആണോ സ്റ്റേറ്റ് ആണോ എന്ന് നോക്കി. എന്നിട്ട് ആ ഒരു സ്റ്റേറ്റിൽ നിന്നും നമ്മുടെ ഓർഡർ ആക്സെപ്റ്റഡ് ആണെങ്കിൽ അക്സെപ്റ്റ് ഓർഡറിൻ്റെ അകത്ത് പോയി ചെക്ക് ചെയ്യണം. നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡർ റിസീവ് ചെയ്തിരിക്കുന്ന അക്സെപ്റ്റഡ് ആണോ എന്ന് നോക്കി. അതിനുശേഷം ആ ഒരു ഓർഡർ ട്രാൻസിറ്റിലാണോ അല്ലെങ്കിൽ അതെന്തെങ്കിലും പെൻഡിങ്ങിലാണോ എന്നുള്ള കാര്യം നോക്കി. കാരണം ചില ഐറ്റംസ്, പ്രോസസ്സ് ചെയ്ത ഐറ്റംസ് അവൈലബിൾ ആണോ എന്ന് നമ്മുടെ ഇൻവെൻട്രിക്ക് അത് അവൈലബിൾ ആണോ എന്നുള്ളത് കാര്യം നോക്കണം. ഇപ്പോൾ പെൻഡിങ് ഓർഡറിൻ്റെ ലിസ്റ്റിന് അത് പോയി ചെക്ക് ചെയ്തു. അതിനുശേഷം ചിലത് നമ്മുടെ ഡെലിവേർഡ് ആണെങ്കിൽ, അതായത് പ്രോസസ്ഡ് ആണെങ്കിൽ ഫുൾഫിൽഡ് ഓർഡറിൻ്റെ അകത്ത് പോയി ചെക്ക് ചെയ്യുന്നു. ഐറ്റംസ് അവൈലബിൾ ആണെങ്കിൽ, അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ഓർഡർ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് ഫുൾഫിൽഡ് ആയി നമുക്ക് എൻഡ് ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് നമ്മുടെ ഒരു ഓർഡർ നമ്മൾ റിസീവ് ചെയ്തു, അൺപ്രോസസ്ഡ് ആണ്, ആ ഓർഡർ റിജക്റ്റഡ് ആണെങ്കിൽ നമ്മൾ എന്താണ് ഫൈനൽ അപ്പോൾ തന്നെ നമ്മൾ റിജക്റ്റ് ചെയ്യണം. ആപ്ലിക്കേഷൻ നിന്ന് ഗെറ്റ് ഔട്ട് ചെയ്യണം, എക്സിറ്റ് അടിക്കണം. അപ്പോൾ നമ്മൾ എന്താണ് ഓർഡർ റിസീവ് ചെയ്തു, അൺപ്രോസസ്ഡ് ഓർഡർ ആണോ നോക്കി. അതിനുശേഷം ഈ റിജക്റ്റഡ് ആണെങ്കിൽ റിജക്റ്റഡ് ഓർഡറിൽ വന്നിട്ട് നമ്മൾ എൻഡ് ചെയ്തു, നമ്മുടെ പ്രോസസ്സ് എൻഡ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മളൊരു ഓൺലൈൻ ഓർഡറിൻ്റെ ഒരു സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മൾ ഓർഡർ റിസീവ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്നും അടുത്ത സ്റ്റേറ്റിലേക്ക്, നമ്മൾ അൺപ്രോസസ്ഡ് ഓർഡർ സ്റ്റേറ്റിലേക്ക് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി. സോളിഡ് ആരോ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അതിന് മേളിൽ തന്നെ നമ്മുടെ ഈവൻറ്റിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താണ് നമ്മളത് ചെക്ക് ചെയ്തു. ആ ഓർഡർ റിജക്റ്റഡ് ആണെങ്കിൽ റിജക്റ്റഡ് ഓർഡർ സ്റ്റേറ്റിലേക്ക് നമ്മൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്തു. അത് നേരെ മറിച്ച് ഓർഡർ അക്സെപ്റ്റഡ് ആണെങ്കിൽ എന്താണ് കുറച്ച് ഐറ്റംസ് നമുക്ക് ട്രാൻസാക്ഷൻ സ്റ്റേറ്റിൽ കാണും. അവിടെ നിന്ന് പെൻഡിങ് ഓർഡർ സ്റ്റേറ്റിലേക്ക് പോയി. ആ ഓർഡർ ഫുൾഫിൽഡ് ആണെങ്കിൽ നമ്മൾ ഫൈനൽ സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്തു. ഈ ഒരു കേസിൽ നമ്മുടെ ഫുൾഫിൽഡ് ഓർഡറിനെയും നമ്മുടെ റിജക്റ്റഡ് ഓർഡറിനെയും കൂടെ ക്ലബ് ചെയ്ത്, രണ്ടും റിജക്റ്റഡോ അല്ലെങ്കിൽ ഫുൾഫിൽഡ് ആണെങ്കിലും എന്താണ് നമ്മുടെ ആപ്ലിക്കേഷൻ എക്സിറ്റ് ആണ്. അതുകൊണ്ടാണ് അതിനെ കൂടെ മെർജ് ചെയ്തിട്ട് നമ്മളിവിടെ ഫൈനൽ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ ഒരു രീതിയിൽ എഴുതിയിരിക്കുന്നത്. ഫൈനൽ സ്റ്റേറ്റിലേക്ക് നമ്മൾ ഹിറ്റ് ചെയ്തു. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രത്തിൻ്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ നിങ്ങൾ നമ്മുടെ ക്ലാസ് റൂം അല്ലെങ്കിൽ മോഡൽ സൈറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഡൗട്ടുകൾ മോഡലിലെ ഡിസ്കഷൻ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.